താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ ATM ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. വാർഷിക പദ്ധതിയിൽ നിന്ന് 16 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. $16 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമായും നമ്മുടെ പാലയ്ക്കൽ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ആ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അടിയന്തരമായി പാലയ്ക്കൽ കുടിവെള്ള പദ്ധതി നമ്മൾ പുതിയ കുഴൽക്കിണർ സ്ഥാപിച്ച് അവിടെ കുടിവെള്ളം എത്തിച്ചു. അതുപോലെ പൊരുവിക്കൽ കോളനിയിലെ കുടിവെള്ള പദ്ധതിയും അപകടാവസ്ഥയിൽ നിന്ന് ചെയ്തു. പൊരുവിക്കൽ കോളനിയിലും പുതിയ കുഴൽക്കിണർ നിർമ്മിച്ച് നമ്മൾ അവിടെ കുടിവെള്ളം സാധ്യമായി. പിന്നെ നമ്മൾ ചത്തിയറ പുതിച്ചറ കുടിവെള്ള പദ്ധതിയും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അവിടെയും പുതിയ കുഴൽക്കിണർ നിർമ്മിച്ച് നമ്മൾ പദ്ധതി പൂർണ്ണമാക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എരപ്പംപാറയിൽ കഴിഞ്ഞ 26-ാം തീയതി എരപ്പംപാറയിലെ പദ്ധതിയും ആ പദ്ധതി 1.5 വർഷം കൊണ്ട് അവിടെ ആ കുഴൽക്കിണർ ഇല്ലാതായ അവസ്ഥയായിരുന്നു. പുതിയ കുഴൽക്കിണർ സ്ഥാപിച്ച് അവിടെയും പദ്ധതി പൂർത്തിയാക്കി. 4-ാം തീയതി നമ്മൾ വേടപ്ലാവിൽ ഒരു പുതിയ കുടിവെള്ള പദ്ധതി തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PB ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. വലിയ ലോക ഉച്ചകോടികളൊക്കെ നടക്കുമ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അവിടെ ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട്. ഇപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഈ വെള്ളം എടുക്കാൻ കഴിയുമെങ്കിലും ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ഉദ്ദേശിക്കുന്നത് ചില്ലുകുപ്പിക്കകത്ത് തന്നെ വെള്ളം ശേഖരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപകടമല്ലാത്ത മൈക്രോണുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് സ്ഥിരമായി നമ്മൾ ഓരോ ബോട്ടിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബോട്ടിലുകളിൽ നിന്നും വെള്ളമെടുത്ത് ഇതിൽ ₹1 നാണയം ഇട്ടാൽ 1 ലിറ്റർ വെള്ളം 15 രൂപയും 20 രൂപയും തരാതരം മാർക്കറ്റിൽ വെള്ളം കിട്ടുന്ന സാഹചര്യത്തിൽ അതിനേക്കാളൊക്കെ ആധുനിക സംവിധാനത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട കുടിവെള്ളം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നു. ഒരുപക്ഷെ വിരൽത്തുമ്പിൽ എത്തുന്നു എന്നുള്ള ആ അർത്ഥത്തിലായിരിക്കാം ATM എന്നുള്ള പദം ഇതിനുപയോഗിച്ചിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജ്യോതിഷ്, ഭരണസമിതി അംഗങ്ങളായ അതുക ബേബി, ശോഭ സജി, ശ്രീജ, റഹ്മത്ത്, ആര്യ ടി, മന്മഥൻ, മധുജി, CDS ചെയർപേഴ്സൺ സതി, കൃഷി ഓഫീസർ പൂജ, ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.